അപ്പോൾ പ്രിയപ്പെട്ട എല്ലാവർക്കും നല്ല നമസ്കാരം. യാത്രകൾ എന്നൊരു രസമല്ലേ, ഒരു ഹരമല്ലേ. അത് ട്രെയിനായാലും ഫ്ലൈറ്റായാലും ബസ്സായാലും എന്തായാലും ഒരുപാട് യാത്രകളൊക്കെ നടത്തി. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു മക്കാവു ചൈന യാത്ര. പക്ഷെ അന്നൊന്നും പകർത്താൻ പറ്റിയില്ല, കാരണം അന്ന് വാട്സപ്പ് യൂട്യൂബും കാര്യങ്ങളില്ലാത്തൊരു സമയമായിരുന്നു. പക്ഷെ ഇനിയും പോവാം, ഇനിയും പകർത്താലോ. എന്തായാലും ഞാൻ പകർത്തി വെച്ചതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വിടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ ഇല്ലയോ എന്നൊന്നും ഞാൻ നോക്കണില്ല, ഇതെൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷം. നിങ്ങളിടയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു സന്തോഷമായിട്ട് ഒന്ന് കൈവരിൽ എനിക്ക് വിട്ടു കഴിഞ്ഞാൽ അതെനിക്കൊരു ഉപകാരമായി സന്തോഷമാവും. അപ്പോൾ നടക്കട്ടെ. അങ്ങനെ ഫ്രാൻസിലെത്തി. കാലത്തെ നടക്കാനിറങ്ങി. ആദ്യത്തെ സ്റ്റേഷനിൽ വന്നു. അതിമനോഹരമായ തെരുവീതികൾ. ജനങ്ങൾ ഇറങ്ങി വരുന്നുള്ളൂ. നാളെ തുടങ്ങി തിരക്കാവത്രേ. പതിവ് പോലെ ഞങ്ങൾ ആറങ്ങ് ടീം എത്തിക്കഴിഞ്ഞു കേട്ടോ. ഒരു തിക്കും തിരക്കില്ല. എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നു. വരുന്നു, ടിക്കറ്റ് എടുക്കുന്നു, പോകുന്നു, ഒക്കെ ഓട്ടോമാറ്റിക്. എല്ലാവർക്കും നല്ല ചൊറിയോർക്ക് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്ത് പോകണം. ഒരാളും മറ്റൊന്നിൽ ഇടപെടണില്ല. അത്യാവശ്യം പിള്ളേർക്ക് ഐഡിയ ഉള്ള കാരണം കൊണ്ട് നമുക്ക് വേറെ തലവേദനയില്ല. ഇവിടെ കാഴ്ചകൾ കണ്ടെങ്കിൽ നടന്നു തന്നാൽ മതി. സൈക്കിൾ ഇവിടുത്തെ മറ്റൊരു ആയുധം ആണ്. അത് കടത്തിക്കൊണ്ടുപോകുന്ന ടെക്നിക്ക് കണ്ട. നല്ല മൂടിയ രണ്ട് മുട്ട അടിച്ച് കഴിഞ്ഞ കാലത്ത് വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ. ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇങ്ങനെ ഫ്രഞ്ച് സുന്ദരിമാർ പാറി പറക്കണം. പിങ്ക് കളറ് കാണാൻ നല്ല മൊഞ്ചുണ്ട് കേട്ടോ. ഈ ടവറിൻ്റെ പേരൊന്നും നമുക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി വന്ന് സ്പെയിനിൽ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ചെരിഞ്ഞ് നിൽക്കുന്ന കൊട്ടാരം, നല്ല ഗോപുരം, അതൊന്ന് പോയി കാണണം. തീർത്താനുള്ള വല്ല വകുപ്പുണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കണം. കാലത്ത് ഇറങ്ങിയപ്പോൾ പിള്ളേർക്ക് ബ്രെഡ് വേണം, പാല് വേണം, മുട്ട വേണം. അപ്പോൾ വഴിയൊരു പരിചയമില്ല. അതൊക്കെ പുറത്തിറങ്ങി ഒരു ലൊക്കേഷനൊക്കെ എടുത്ത് കൈപിടിച്ചു. അങ്ങനെ ഇറങ്ങിയേക്കാം. അപ്പോൾ ഇവിടെ ക്യാമറയൊന്നും ക്ലിയർ ആവണില്ല, കാരണം ചെറിയൊരു ഉരുൾമഞ്ഞ് മാരിയുണ്ട്, ചാറ്റൽ മഴയുണ്ട്. റോഡിലിറങ്ങി. എന്നാൽ പിന്നെ നിങ്ങൾക്കൊക്കെ സ്പെയിനിലെ തെരുവീതികൾ ഒന്ന് പരിചയപ്പെടുത്താതെ എത്തി. അങ്ങനെ പിടിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല സ്പോട്ടുകളൊക്കെ പിടിച്ചു വിടാം. ആവശ്യക്കാരൊക്കെ കാണും. എല്ലാത്തിനും വിട്ടുകളെ കേട്ടോ. ആരും ചീത്ത പറയില്ലേ. ഇവിടെ ഒരു ഗോപുരമുണ്ട്. അത് നീർന്ന നിൽക്കണേ, എരിവൊന്നുമില്ല. ഇതല്ല, നമുക്ക് വേറെ നോക്കാം. ഇവിടെ മിഷനറികളൊക്കെ നല്ല ഹെവി ഡ്യൂട്ടി മിഷനറിയാണ്. ജർമ്മനിയുമായിട്ട് തന്നെ വണ്ടികളും നെറ്റുകളും ഒക്കെ അങ്ങനെ തന്നെ. ഇവിടെ വേറെ ഒരു പ്രത്യേകത ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നാട്ടുകാരുണ്ട് ഇവിടെ. ഒരു പക്ഷപാതം ഇല്ലാണ്ട് താമസിക്കുന്നുണ്ട്. കപ്പാപ്പനെ തള്ളിയൊരു ആൾ വരുന്നുണ്ട്. ഞാൻ ഈ ബോർഡൊന്ന് പിടിച്ചാ, സാമു എന്നാണ് പേര്. ഇതുവഴി തിരിച്ചു പോണ്ടേ. നെറ്റ് തപ്പിപ്പോൾ കാരിഫോർ എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് കണ്ടു. അത് തപ്പി വന്നു. സംഗതി കിട്ടിയിട്ടോ. ലോകത്തിൽ എവിടെ ചെന്നാലും ലുലു പോലെ കാരിഫോർ ഒരു ഫേമസ് സൂപ്പർ മാർക്കറ്റാണ്. എവിടെ ചെന്നാലും ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളെന്ന് അറിയണ്ട നമുക്ക്.
കണ്ട ഇതാണ് ഇവിടെ സംഭവങ്ങൾ.